ഇവൻ ഫ്രിഡ്ജിൽ നിന്ന് ഐസ് ക്യൂബുകൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ ആരംഭിച്ചു. അവൻ പഴകിയ ഒരു ബിസ്ക്കറ്റിലെ പൂപ്പൽ ചുരണ്ടി മാറ്റിയിട്ട് കുറച്ച് കാവിയർ വെച്ച് അത് കഴിച്ചു. അത് മാത്രമായിരുന്നു ആകെ ഉണ്ടായിരുന്ന ഭക്ഷണം. അവൻ ഈ വലിയ വീട്ടിൽ പെട്ടുപോയിട്ട് 3 ദിവസമായി. ഒരു വിലപിടിപ്പുള്ള ചിത്രം മോഷ്ടിക്കാനാണ് അവൻ അവിടെ കയറിയത്. എന്നാൽ പുറത്തു കിടക്കേണ്ട സമയത്ത് തെറ്റായ പാസ്വേഡ് അടിച്ചത് കൊണ്ട് തന്നെ സുരക്ഷാ സംവിധാനം ഓൺ ആവുകയും ഉടൻ എല്ലാ വാതിലുകളും അടയുകയും തന്റെ കൂട്ടാളിയുമായുള്ള കണക്ഷനും നഷ്ടപ്പെട്ടു. തുടർന്ന് അവൻ മെയിൻ ഡോറിലേക്ക് നോക്കിയപ്പോൾ അത് വിലയേറിയ ഒരു മരം കൊണ്ടുണ്ടാക്കിയതാണെന്ന് മനസ്സിലായി. ഉടൻ അവൻ അതിൽ കത്തികൊണ്ട് കുത്താൻ ആരംഭിച്ചു. ഒരു ദ്വാരമുണ്ടായി, പക്ഷേ അതിനു പിന്നിൽ കട്ടിയുള്ള സ്റ്റീലായിരുന്നു. അതിനാൽ ആ ഐഡിയ പാളിപ്പോയി. തുടർന്ന് വെള്ളം കിട്ടുമോന്നറിയാൻ അവൻ അടുക്കളയിൽ പോയപ്പോൾ മെയിൻ വാൽവ് അടച്ച നിലയിലായിരുന്നു. ഗ്യാസുമില്ല, ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നത് കാലാവധി കഴിഞ്ഞ ഭക്ഷണം മാത്രം. പിറ്റേ ദിവസം മേശപ്പുറത്തുണ്ടായിരുന്ന ഓറഞ്ചുകൾ യഥാർത്ഥമല്ലെന്നും അവ കല്ലിൽ തീർത്ത വെറും ശില്പങ്ങളാണെന്നും അവൻ തിരിച്ചറിഞ്ഞു. ദേഷ്യത്തിൽ അവൻ ഒന്നെടുത്ത് ജനാലയെ ലക്ഷ്യമാക്കി എറിഞ്ഞു. പക്ഷേ കല്ല് പൊട്ടിയതല്ലാതെ ഗ്ലാസിനൊന്നും തന്നെ സംഭവിച്ചില്ല. അപ്പോൾ അപ്രതീക്ഷിതമായി AC-യിൽ താപനില കൂടുകയും ശരീരം തണുപ്പിക്കാനായി അവൻ സ്വിമ്മിംഗ് പൂളിലേക്ക് പോയി. അതിനുള്ളിൽ ഉപ്പുവെള്ളമായിരുന്നു ഉണ്ടായിരുന്നത്. അക്വേറിയത്തിലാകട്ടെ കടലിലെ വെള്ളവും. ഒടുവിൽ അവൻ ഒരു പുസ്തകത്തിലെ താളുകൾ കീറി മാഗ്നിഫയിങ് ഗ്ലാസ് ഉപയോഗിച്ച് അതിന് തീ കൊളുത്തി. പുക ഫയർ ഡിറ്റക്ടറിലേക്ക് ചെന്നതും അവൻ പ്രതീക്ഷിച്ചതുപോലെ അലാം മുഴങ്ങി വീടിനുള്ളിൽ മഴ പെയ്യാൻ തുടങ്ങി. അങ്ങനെ തനിക്ക് കുടിവെള്ളം ലഭിച്ചു. പക്ഷെ അപ്പോഴേക്കും എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും നശിച്ചിരുന്നു. എന്നിരുന്നാലും അവൻ പ്രതീക്ഷ കൈവിട്ടില്ല. ഫർണിച്ചറുകൾ വലിച്ചുകൂട്ടി ഒരു താൽക്കാലിക ഏണി അവൻ ഉണ്ടാക്കി. തുടർന്ന് ഒരു അലങ്കാരപാത്രം പൊട്ടിച്ച് അതിന്റെ കഷ്ണങ്ങൾ കണ്ണുകൾ സംരക്ഷിക്കാനായി ഉപയോഗിച്ചു. പതിയെ അവൻ കയറി മേൽക്കൂരയുടെ അരികു പൊട്ടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് സിമന്റിൽ സ്ക്രൂകളാൽ ഉറപ്പിച്ചിരുന്നു. അവൻ മരത്തടിയിൽ ഒരു ഉപകരണം ഉണ്ടാക്കി സ്ക്രൂകൾ ഒന്നൊന്നായി അഴിക്കാൻ ആരംഭിച്ചു. അവസാനം എല്ലാ സ്ക്രൂകളും അഴിച്ചതിന് ശേഷം ചുമരിൽ ഒരു സന്ദേശം എഴുതി ഏണിയിൽ കയറിയിട്ട് ഒടുവിൽ ആ ആഡംബര വീട്ടിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക.